എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദില്ലിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം സൂപ്പർ 8ലെ സൗത്ത് ആഫ്രിക്ക സിംബാബ്വെ മത്സരത്തിൽ സാക്ഷ്യം വഹിച്ചത് ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വീരോചിതമായ പോരാട്ടങ്ങൾക്കും നെഞ്ചിടിപ്പേറ്റുന്ന നാടകീയ മുഹൂർത്തങ്ങൾക്കുമാണ്. T20 ലോകകപ്പിലെ ഗ്രൂപ്പ് 1 സൂപ്പർ 8 പോരാട്ടത്തിൽ ജീവൻ മരണ വെല്ലുവിളിയുമായി ഇറങ്ങിയ സിംബാബ്വെയെ ഒരു ദാക്ഷിണ്യവുമില്ലാതെയാണ് ദക്ഷിണാഫ്രിക്കൻ സിംഹങ്ങൾ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിട്ടത്. അങ്ങനെ വന്നപ്പോൾ ഗ്രൂപ്പ് 1ലെ അതായത് ഗ്രൂപ്പ് എയിലെ പോയിന്റ് ടേബിളിൽ അരങ്ങേറിയത് ആരും പ്രതീക്ഷിക്കാത്ത വൻ ദുരന്ത നാടകമാണ്. നവംബറിലെ മഞ്ഞു വീഴുന്ന ദില്ലിയിലെ കനത്ത അന്തരീക്ഷത്തിൽ ബൗണ്ടറികൾക്ക് തീരെ വലിപ്പമില്ലാത്ത പിച്ചിൽ ടോസ് നേടിയ സിംബാബ്വെ ക്യാപ്റ്റൻ സിക്കന്ദർ രാസ രണ്ടാമതൊന്നാലോചിക്കാതെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വമ്പൻ സ്കോർ ലക്ഷ്യമിട്ടിറങ്ങിയ സിംബാബ്വെയെ കാത്തിരുന്നത് പക്ഷേ ദക്ഷിണാഫ്രിക്കൻ പേസർമാരുടെ സംഹാര താണ്ഡവമായിരുന്നു. സ്പിന്നർ ജോർജ് ലിൻഡയെ കൊണ്ട് ബോളിംഗ് ഓപ്പൺ ചെയ്യിച്ച ദക്ഷിണാഫ്രിക്കയുടെ തന്ത്രം തുടക്കത്തിൽ തന്നെ ഫലം കണ്ടു. ലിൻഡയുടെ പന്തിൽ ഇൻസൈഡ് ഔട്ട് ചിപ്പിലൂടെ ബൗണ്ടറി നേടിയ തദിവാന മരുമാനിയെ തൊട്ടടുത്ത ഓവറിൽ ക്വേന മഫാക്ക എന്ന 19 വയസ്സുകാരൻ കൊടുങ്കാറ്റായി വന്ന് വായുവിൽ വെട്ടിവീഴ്ത്തി. പിന്നാലെ വന്ന ബ്രയൻ ബെനറ്റും ലുങ്കി എൻഗിഡിയെയും ലിൻഡയെയും അതിർത്തി കടത്തി പ്രത്യാക്രമണത്തിന് ശ്രമിച്ചെങ്കിലും ആൻഡ്രിച്ച് നോർക്കിയയുടെ എക്സ്ട്രാ ബൗൺസിന് മുന്നിൽ പകച്ചുപോയി 15 റൺസുമായി മാർക്രമിന് ക്യാച്ച് നൽകി മടങ്ങി. 4ാം ഓവറിൽ 2-28 എന്ന നിലയിൽ സിംബാബ്വെ തകർന്നടിയുമെന്ന് തോന്നിയ നിമിഷത്തിലാണ് ക്യാപ്റ്റൻ സിക്കന്ദർ രാസ എന്ന ഒറ്റയാൾ പട്ടാളത്തിന്റെ മാസ്മരിക എൻട്രി. നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഡെവാൾഡ് ബ്രെവിസ് ക്യാച്ച് കൈവിട്ടതിന്റെ വലിയ വില ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്നീട് നൽകേണ്ടി വന്നു. കോബിൻ ബോഷിനെയും മഫാക്കയെയും സിക്സറുകൾ പറത്തി വെറും 29 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച രാസ ദില്ലിയിലെ ആകാശത്ത് ഒരു വെടിക്കെട്ട് തന്നെ തീർത്തു. മറുവശത്ത് ഡിയോൺ മയേഴ്സും റയൻ ബേളും ദയനീയമായി പരാജയപ്പെട്ടെങ്കിലും ക്ലൈവ് മദാണ്ടയുടെ അതിമനോഹരമായ റിവേഴ്സ് സ്കൂപ്പുകളുടെ അകമ്പടിയോടെ രാസ കൊടുങ്കാറ്റായി വീശി. വെറും 43 പന്തിൽ 8 ഫോറും 4 കൂറ്റൻ സിക്സറുകളുമടക്കം 73 റൺസാണ് രാസ അടിച്ചുകൂട്ടിയത്. T20 ലോകകപ്പ് സൂപ്പർ 8ൽ ഒരു സിംബാബ്വെ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോറാണിത്. സ്കോർ 170 കടക്കുമെന്ന് തോന്നിച്ച നിമിഷത്തിൽ മഫാക്കയുടെ സ്ലോവർ ബോളിൽ പിന്നോട്ടോടി ഡേവിഡ് മില്ലർ എടുത്ത ആ തകർപ്പൻ ക്യാച്ചിലാണ് രാസയുടെ ഇന്നിംഗ്സ് അവസാനിച്ചത്. അവസാന ഓവറുകളിൽ കൃത്യതയോടെ പന്തെറിഞ്ഞ മഫാക്കയും എൻഗിഡിയും ചേർന്ന് ബ്രാഡ് ഇവാൻസിനെ വീഴ്ത്തി കൊണ്ട് സിംബാബ്വെയെ അവസാന 7 പന്തിൽ വെറും 7 റൺസിലൊതുക്കി. നിശ്ചിത 20 ഓവറിൽ 7ന് 153 എന്ന ഭേദപ്പെട്ട സ്കോറിൽ തളച്ചിട്ടു. എന്നാൽ ദില്ലിയിലെ ആരാധകർ യഥാർത്ഥ ബാറ്റിംഗ് വിസ്മയം കാണാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയെ സിംബാബ്വെ തുടക്കത്തിൽ തന്നെ വിറപ്പിച്ചു. സ്ലൈഡിംഗ് ഡെലിവറിയിലൂടെ ക്വിന്റൺ ഡീകോക്കിനെയും നേരെ വന്ന പന്തിൽ മാർക്രമിനെയും വീഴ്ത്തിക്കൊണ്ട് സിക്കന്ദർ രാസ വീണ്ടും ഹീറോ ആയി. സ്കോർ 3-43 എന്ന നിലയ്ക്ക് 22 പന്തിൽ 31 റൺസ് എടുത്ത റയാൻ റിക്കൾട്ടൺ കൂടി റയൻ ബേളിന്റെ ഒരു ഗംഭീര ജഗ്ലിംഗ് ക്യാച്ചിൽ പുറത്തായപ്പോൾ 153 എന്ന സ്കോർ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ ഒരു വലിയ പർവ്വതമായി വളർന്നു. എന്നാൽ അവിടെ നിന്നാണ് ഡേവിഡ് മില്ലറും ഡെവാൾഡ് ബ്രെവിസും ചേർന്ന് സിംബാബ്വെയുടെ നെഞ്ചിലേക്ക് ആണിയടിച്ചത്. ഗ്രേയം ക്രെമലിനെയും വെല്ലിംഗ്ടൺ മസഗദ്ദസയെയും യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഗാലറിയിലേക്ക് പറത്തി ഈ സഖ്യം വെറും 25 പന്തിൽ 50 റൺസാണ് അടിച്ചുകൂട്ടിയത്. ബ്ലെസ്സിംഗ് മുസറാബാനി മില്ലറെയും ബ്രെവിസിനെയും വീഴ്ത്തി ഇരട്ട പ്രഹരമേൽപ്പിച്ച് സ്കോർ 5ന് 101-ലെത്തിച്ചെങ്കിലും അപ്പോഴേക്കും കളി പൂർണ്ണമായും സിംബാബ്വെയുടെ കൈവിട്ട് പോയിരുന്നു. പിന്നീട് ക്രീസിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ ബാറ്റ്സ്മാൻമാർ ആഞ്ഞൊന്ന് ശ്രമിച്ചപ്പോൾ 154 എന്ന സ്കോറിലേക്ക് അവർ അനായാസം എത്തി. എന്നാൽ ഈ വെടിക്കെട്ട് വിജയത്തിന് ശേഷം പോയിന്റ് ടേബിളിൽ സംഭവിച്ച മാറ്റങ്ങൾ അക്ഷരാർത്ഥത്തിൽ ലോക ക്രിക്കറ്റിനെ ഞെട്ടിക്കുന്നതായിരുന്നു. സൂപ്പർ 8 ഗ്രൂപ്പ് 1ൽ കളിച്ച 3 മത്സരങ്ങളും ആധികാരികമായി ജയിച്ച് 6 പോയിന്റുമായി +2 ഇന്നിംഗുകളിൽ നെറ്റ് റൺ റേറ്റുമായി 1ാം സ്ഥാനക്കാരായി രാജകീയമായി സെമിഫൈനലിലേക്ക് മാർച്ച് ചെയ്ത് കഴിഞ്ഞു. അവരെ തൊടാൻ ഗ്രൂപ്പിൽ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ ട്വിസ്റ്റ് മറുവശത്താണ്. ടൂർണമെന്റിൽ ഒരുപാട് പ്രതീക്ഷകളോടെ വന്ന സിംബാബ്വെ കളിച്ച 3 മത്സരങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ട് ഒരു പോയിന്റ് പോലും നേടാതെ -4.475 എന്ന ആഘാത റൺറേറ്റ് ഗർത്തത്തിൽ ലോകകപ്പിൽ നിന്നും കണ്ണീരോടെ പടിയിറങ്ങിയിരിക്കുകയാണ്. ഇതോടെ രാസയുടെ ആ ഒറ്റയാൽ പോരാട്ടം പാഴായിപ്പോയി. ഇതോടെ ഗ്രൂപ്പ് 1ലെ ഏറ്റവും വലിയ സസ്പെൻസ് ബാക്കിയാവുകയാണ്. ഇന്ത്യക്കും വെസ്റ്റ് ഇൻഡീസിനും 2 മത്സരങ്ങളിൽ നിന്ന് 2 പോയിന്റ് വീതമാണ് ഉള്ളത്. ശേഷിക്കുന്ന ഒരേയൊരു സെമി ടിക്കറ്റിനായി ഇവർ തമ്മിൽ നടക്കുന്നത് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു ചോരക്കളം തന്നെയായിരിക്കും. എന്നാൽ അവിടെ ഇന്ത്യൻ സിംഹങ്ങളുടെ ഗർജനത്തിനു മുന്നിൽ കരീബിയൻ കരുത്ത് അക്ഷരാർത്ഥത്തിൽ തകർന്നടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
വെസ്റ്റ് ഇൻഡീസിനെ നാണം കെടുത്തി ആ അവസാന സെമി ഫൈനൽ ടിക്കറ്റ് റാഞ്ചുക മാത്രമല്ല, വരാനിരിക്കുന്ന സെമിയിലും ഫൈനലിലും എതിരാളികളെ വെറും ചാരമാക്കി ആ T20 ലോകകപ്പ് കിരീടം ഇന്ത്യ തന്നെ സ്വന്തമാക്കും. ഫോമിന്റെ കൊടുമുടിയിലുള്ള ദക്ഷിണാഫ്രിക്കയോ ഇംഗ്ലണ്ടോ സെമിയിലോ ഫൈനലിലോ എത്ര വലിയ വെല്ലുവിളി ഉയർത്തിയാലും ഇന്ത്യൻ പടയുടെ സർവനാശകരായ ബാറ്റിംഗ് നിരയ്ക്കും തീപ്പൊരി പാറിക്കുന്ന ബോളിംഗിനു മുന്നിൽ അവർക്ക് മുട്ടുകുത്തേണ്ടിവരും. ആ സുവർണ ലോകകപ്പ് കിരീടത്തിൽ ഇന്ത്യ ഇതിനോടകം തന്നെ തങ്ങളുടെ പേര് സുവർണ ലിപികളിൽ കൊത്തിവെച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. എതിരാളികളുടെ നെഞ്ചകം തകർത്ത് ഇന്ത്യ ആ വിശ്വകിരീടം വാനിലുയർത്തുന്ന ആ ചരിത്ര നിമിഷങ്ങൾക്കായി ആവേശത്തിന്റെ കൊടുമുടിയിൽ നിന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഇന്ത്യ ഇത്തവണ കപ്പ് ഉയർത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.